ഇരിട്ടിക്കേളൻ പീടികയിലെ സ്നേഹാലയത്തിലെ ജിനീഷിന്റെ ഭാര്യ സ്നേഹ വീട്ടിലെ അടുക്കളയിൽ തൂങ്ങി മരിച്ചത് ഗാർഹിക പീഡനമെന്ന ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. തിങ്കളാഴ്ച വൈകുന്നേരം 5:30-നും 6 മണിക്കും ഇടയിലാണ് സ്നേഹയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തന്റെ മരണത്തിന് കാരണം ഭർത്താവും ഭർത്താവിന്റെ ബന്ധുക്കളുമാണെന്ന് സ്നേഹ എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സ്നേഹയുടെ ആത്മഹത്യ ഗാർഹിക പീഡനം കാരണമാണെന്ന രീതിയിൽ സ്നേഹയുടെ ബന്ധുക്കളുടെ വോയിസ് ക്ലിപ്പുകളും സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി പ്രചരിക്കുന്നു. അപ്പോൾ എപ്പോഴും അവിടെ പ്രശ്നങ്ങളാണ്. എന്നും എന്നെ വിളിക്കാറുണ്ട്. ഞാൻ എല്ലാ കാര്യവും തീർക്കാറുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. പക്ഷെങ്കിൽ ഒരു തരത്തിലും അവളെ അവിടെ ജീവിക്കാൻ പറ്റില്ല. കാരണം കൊച്ചു തന്നെ എന്നോട് പറഞ്ഞു, നാളുകൾക്ക് ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ മേമ ഇതിനൊരു മേമ ഒന്ന് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ കരഞ്ഞു പറയാറുണ്ട്. സത്യത്തിൽ ആ വീട്ടിൽ നടക്കുന്ന എന്താണെന്ന് പോലും പുറത്താർക്കും അറിയില്ല. അവരെല്ലാം എന്നോട് പറയും, അതായത് ഇവളെ കുറ്റപ്പെടുത്തി പറയും. ഞാൻ എന്നാലും രണ്ടുപേരെയും കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യും, ഒരു തീരുമാനം പറയും. എപ്പോഴും പ്രശ്നമാവും. വീട്ടിൽ പോയി നിൽക്കും, തിരിച്ചു വരും. ആദ്യം ഒരു പ്രാവശ്യം ഇവന് അടിവയറിനെ ചവിട്ടി ഒരു കൊച്ചു പോലും അപകർഷനായി പോയതാ. അത് അവരുടെ തന്തയ്ക്കും അറിയാം, പിള്ളേക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പൊ അവന്റെ പെങ്ങളും അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പൊ 2 വെപ്പ് തുടങ്ങിയിട്ട് കുറെ കാലായി. അവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ മോള് മരിക്കും എന്നതിന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ മെസ്സേജ് ഞാൻ എനിക്ക് അയക്കുന്നത്. കാരണം എനിക്ക് ഓടിയെത്താൻ പറ്റില്ല. നിന്റെ വീടിൻ്റെ തൊട്ടടുത്തെന്നറിയാം. ഇന്നലെ ഞാൻ സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല. ഇനി ഒന്ന് വിളിക്കണം ടൈമിൽ. ഇതായതുകൊണ്ട് ഞാൻ നേരം വിളക്കുന്നില്ല, കാത്തിരിക്കുമായിരുന്നു. വെള്ളിയാഴ്ച രാത്രി ഇവർ തമ്മിൽ അടിയും വഴക്കുണ്ടായി. കൊച്ച് എന്നെ രാത്രി ഒരു 11 മണിയായപ്പോൾ വിളിച്ച് കാർക്കും മേമ എന്നെ അടിക്കുന്നതെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് പറഞ്ഞായിരുന്നു. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇവൻ എന്നെ അടിക്കുന്നത് പറഞ്ഞു. അപ്പം ഞാൻ അവനെ വിളിച്ചു. അവൻ കാര്യം പറഞ്ഞു. അച്ഛനും അമ്മയും വന്നു താഴെ. അച്ഛൻ്റെ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അവൻ എന്തെങ്കിലും കൊടുത്തിട്ടില്ല. അവർ ഉറങ്ങി തന്നു. അച്ഛൻ്റെ നമ്പർ ചോദിച്ചു. അന്നേരം തന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ മോൾ അന്നേരം തന്നെ എന്നോട് പറഞ്ഞു, മേമ ഇനി എന്നെ കാണൂല എന്നും പറഞ്ഞിട്ട് അവൾ എന്നെ ബ്ലോക്ക് ഇട്ടു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ കിട്ടുന്നില്ല. രാത്രി 11 മണിക്ക് ഞാൻ എൻ്റെ ഇളയ നാത്തൂനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചിയോടൊന്ന് ബ്ലോക്ക് മാറ്റാൻ പറഞ്ഞു. അവൾക്ക് കാര്യം അറിയില്ലായിരുന്നു. ചേച്ചി ബ്ലോക്ക് മാറ്റി. ചേച്ചിനെ വിളിച്ച് കാര്യം ഞാൻ പറഞ്ഞു. ചേച്ചി ജിനീഷിനെ വിളിച്ചു. അപ്പം ഇവള് ബ്ലേഡ് എടുത്ത് കുളിമുറിയിട്ട് ഞരമ്പ് മുറിക്കാൻ വേണ്ടിയുള്ള ഇതുണ്ടെന്ന് പറഞ്ഞു. ഇവൻ എന്നോട് പറഞ്ഞു. എപ്പോഴും കൊച്ചങ്ങനെ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവൻ ഹാളിൽ പോയി കിടക്കുമെന്ന് രാത്രി. ഹാളിൽ പോയി കിടക്കാൻ എനിക്ക് ഉറക്കം വരൊരു കുറേ രാത്രിയായപ്പോൾ ഞാൻ അവനെ വിളിച്ചു. ഒന്ന് ആ മുറിച്ചിട്ടുണ്ട്, കുറച്ച് ചോര വരുന്നുണ്ടെന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് ക്ഷമയില്ലാതെ വിളിച്ചപ്പോൾ പറഞ്ഞു, നീ പോയി നോക്കിയോട്ടാ, ഫോൺ കൊടുക്കാൻ പറ്റില്ല, ഇവ ഹാളിൽ കിടക്കണമെന്ന് പറഞ്ഞു. കൊച്ചെന്തിനാ കൊച്ചിൻ്റെ ഞാൻ ചോദിച്ചില്ല. ചേച്ചിനോട് അമ്മേൻ്റെ കൂടെ കിടക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനത് വിശ്വസിച്ചു. സത്യത്തിൽ ഞാനത് വിശ്വസിച്ചു. പിറ്റേന്ന് എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എൻ്റെ മോൾ എന്നെ ഇങ്ങനെ ബ്ലോക്ക് ഇട്ടുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ ഞാൻ പിറ്റേന്ന് രാവിലെ ചേച്ചിനെ വിളിച്ചു. ചേച്ചിയായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ സത്യം മനസ്സിലാക്കിയിട്ടില്ല, ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ എനിക്കൊന്നും കേൾക്കണ്ട. കാരണം ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. കാരണം എൻ്റെ മോളെപ്പോലെ എനിക്കവൾ എൻ്റെ സ്വന്തം മോളെപ്പോലെയാണ്. കാരണം അവൾ 2.5 വയസ്സ് മുതൽ അച്ഛനില്ലാതെ വളർന്നൊരു മോളാണ്. അതിൻ്റെ കൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു വിഷമമുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ അവൾ മാത്രം അച്ഛൻ്റെ സ്നേഹം അനുഭവിച്ചിട്ടുള്ള ആ ഒരു അമിതമായിട്ടുള്ള സ്നേഹവും ഇതൊക്കെ ഉണ്ട്. ഞാൻ ലാസ്റ്റ് ചേച്ചിനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചിനോട് പറഞ്ഞ കേൾക്കാതെ അപ്പോൾ ചേച്ചി എന്നോട് പെട്ടെന്ന് ദേഷ്യം. ചേച്ചിക്കും മനസ്സിന് വിഷമം കൊണ്ട് ചേച്ചി ഇതാക്കി. ഞാൻ എൻ്റെ മോൻ ചത്തു കഴിഞ്ഞാൽ വരണ്ട, ആർക്കൊരു ശല്യം, ചത്തോളും എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ജിനീഷിനെ വിളിച്ചപ്പോൾ ആണ് ഒരു കാര്യം ഞാൻ അറിയുന്നത്. ജിനീഷ് പറഞ്ഞു, അവള് അതിനുശേഷം പിറ്റേന്ന് അവള് ഷാളെടുത്ത് കുളിമുറിയിൽ തൂങ്ങാൻ വേണ്ടി നോക്കിയതാണ്. ആ സംഭവത്തിൽ അവൻ പറഞ്ഞെന്താന്ന് എനിക്ക് കേൾക്കണം. അവള് തൂങ്ങിയപ്പോൾ ഞാൻ ചാകട്ടെ എന്ന് വിചാരിച്ചു. കണ്ടിട്ട് നീ കണ്ടില്ല? ഞാൻ കണ്ടു, ചാകട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് അവൻ വന്ന് പിടയ്ക്കുമ്പോൾ ഞാൻ പോയിട്ട് കാല് പോക്കി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നീ അച്ഛനോടും അമ്മയോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ എന്താണെന്നറിയോ? അവൻ്റെ അമ്മയോട് പറഞ്ഞു, അച്ഛനോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവളിന്ന് വീട്ടിൽ പോയിട്ടുണ്ട് മേമേ, അച്ഛനെ വിളിച്ച് പറഞ്ഞ ജോലി നോക്കാൻ പോവാന്ന് പറഞ്ഞു തന്നു. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, ഇന്ന് അവൾ വരട്ടെ, അവളെ ഇവിടെ ഞാൻ അടിച്ചിറക്കുമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ അവനോട് പറഞ്ഞു, നീ അടിക്കരുത്, നീ പറഞ്ഞോ, അച്ഛനെയും വിളിക്കുക, അവളെയും വിളിക്കുക, അമ്മേനെയും നിർത്തുക, എന്നിട്ട് അച്ഛനോട് ചോദിക്കണം, അച്ഛനോട് പറഞ്ഞിട്ടാണോ പോയി ചോദിക്കണം. അപ്പം ഞാനാരെ ചോദിക്കും. എന്നിട്ട് നീ അമ്മേനെ വിളിച്ചു പറഞ്ഞു, ഇനി എന്നോട് പറയാണ്ട് പോയിട്ടുണ്ടെങ്കിൽ അമ്മ വന്ന് കൂട്ടിക്കൊണ്ടുവരണം, അതല്ലേ എൻ്റെ മര്യാദ. അപ്പോൾ അവൻ എന്നോട് തലേ ദിവസം അടിച്ച കാര്യം പറഞ്ഞു. കുളിമുറിയിൽ ഇവൻ പെണ്ണിനെ കുത്തി പിടിച്ച് പിറ്റിനെ മുകളിൽ നിർത്തിയിട്ട് എനിക്ക് ചേച്ചി വോയിസ് മെസ്സേജ് അയച്ചതായത് കേട്ടോ, ഞാൻ സംസാരിച്ചിട്ടില്ല, ഞാനതെല്ലാം കേട്ടായിരുന്നു. അപ്പൊ ഇവന്റെ അച്ഛൻ നടുക്ക് കയറി നിൽക്കുക. എന്നിട്ട് ഇവളെ അങ്ങനെ ചെയ്തു. എന്നിട്ട് ഈ മോള് ഒരാളോടും ഒന്നും പറയാറില്ല. കൊച്ചു പറയാത്തതിന് കാരണം എന്താ, എന്നോട് ഒരു ദിവസം പൊട്ടിക്കഴിഞ്ഞിട്ട്, ഞാൻ എൻ്റെ അച്ഛൻ്റെ കുടുംബക്കാരെ സ്നേഹം അനുഭവിച്ചിട്ടില്ല മേം, എൻ്റെ മോനും അതുപോലെ ആകരുതെന്ന് അവളും എന്നോട് പറയുന്നുണ്ട്. ഇതൊക്കെ നടന്നിട്ട് പുറത്ത് ഒരാളും അറിയുന്നില്ല. കാരണം ഞാൻ ഇത്രയും ദൂരെയായിട്ട് ഇനിയെങ്കിലും ഇവരെ കഥ ആരെങ്കിലും ഒരാൾ അറിയണം. കാരണം എൻ്റെ മോള് നാളെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ആരും അറിയില്ല, നിങ്ങൾ ആരും അറിയില്ല, ഒരാളും അറിയില്ല.
4 വർഷം മുൻപ് വിവാഹിതരായ സ്നേഹിയും ജിനീഷും തമ്മിൽ മുൻപും നിരവധി തവണ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായതായാണ് ലഭിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ച് നിരവധി തവണ ഉളിക്കൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടായ വഴക്കാണ് ആത്മഹത്യയിലേക്ക് എത്തിച്ചത്. ഭർത്താവും ബന്ധുക്കളും ചേർന്ന് സ്നേഹയെ ദേഹോപദ്രവം ഏൽപ്പിച്ചിരുന്നതായും പ്രചരിക്കുന്ന വോയിസ് ക്ലിപ്പിൽ പറയുന്നുണ്ട്. ഭർത്താവ് ജിനീഷിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി ഇരിട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് തഹസിൽദാരുടെയും ഇരിട്ടി പോലീസിന്റെയും സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കും. തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയാക്കും. ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചതോടെ ആത്മഹത്യയുമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തും എന്നാണ് പോലീസ് അനൌദ്യോഗികമായി പറയുന്നത്. ഇവർക്ക് ഒരു കുട്ടിയുമുണ്ട്. എന്റെ ചേച്ചി എന്നോട് ഇന്നലെ അയച്ച മെസ്സേജാണ്. ഇവളെ തല്ലിക്കൊന്ന് ഇവർ കെട്ടി തൂക്കിയിട്ടിട്ട് പറയില്ലേ ഇവളെ ആത്മഹത്യ ചെയ്തത്. സത്യമാണത്. കൺമുമ്പെന്ന് സ്വന്തം ഭാര്യ വർഷങ്ങളൊന്നും ആയിട്ടൊന്നുമില്ല കെട്ടി തൂങ്ങിയിട്ട് ചാകട്ടെ എന്ന് വിചാരിച്ച് നിന്നു. എന്നിട്ട് പിടയ്ക്കുമ്പോൾ ഞാൻ പോയി പൊക്കിയെന്ന് സ്വന്തം ഭാര്യൻ്റെ അമ്മേൻ്റെ അനിയത്തോടാണ് ഇത് പറയുന്നത്. ഒരു ദിവസം അതുപോലെ ഇവിടെ ചായ കുടിച്ചിട്ട് പോകാന്ന് പറയുമ്പോഴും ഒറ്റ തൊഴിക്ക് പെണ്ണിനെ തെറിപ്പിച്ചു. എന്തൊക്കെയാ വീട്ടിൽ നടക്കുന്നത്? എൻ്റെ പെണ്ണിന് ഞങ്ങളുടെ അച്ഛൻ്റെ പ്രേതം കൂടിയതാണ്, അമ്മേൻ്റെ പ്രേതം കൂടിയത്. കൊച്ചിനെ ഓരോന്നും പറഞ്ഞിട്ട് ഇവർ ഈ തല്ലിച്ചതക്കുക, പ്രകടനം നടത്തുക, എന്നിട്ട് കൊണ്ടുപോകുക, ബാധ കൂടിയതെന്ന്. ഇതൊക്കെയാണ് പരിപാടി. ഇന്നലെ ഞാൻ അവനെ രാത്രിക്ക് വിളിച്ചപ്പോൾ അവൻ ചോദിച്ചെന്നെ വിട്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഗുഡ് നൈറ്റ് ഇട്ടിട്ട് മോർണിംഗ് വിളിക്കാൻ അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കുന്നതിന് മുന്നേ ഞാൻ അവനെ വിളിച്ചു, അവൻ എടുത്തില്ല. എന്നെ ഇങ്ങോട്ടൊരു മിസ് കോൾ, പിന്നെ 2 വട്ടം ഞാൻ അങ്ങോട്ട് വിളിച്ചു, അവൻ എന്നെ കോൾ എടുത്തിട്ടില്ല. എന്താ ഏതാന്ന് അവിടുത്തെ അവസ്ഥ എനിക്ക് അറിയാൻ കഴിയുന്നില്ല. അവൻ്റെ അച്ഛൻ്റെ നമ്പർ കിട്ടിയിട്ടുണ്ട്, അതിൽ ഞാൻ വിളിച്ചിട്ട് അവർ എടുക്കുന്ന നെറ്റ് ഓഫാണ്. എനിക്ക് നീ ഒരു ഉപകാരം ചെയ്തു തരണം. കാരണം വെച്ചാൽ ഞാൻ ഇത്ര ദൂരെയാണ്, ഞാൻ നിന്നോട് യാചിക്കണം മോനെ. അവിടെ എന്തെങ്കിലും ഒരു ഒച്ചപ്പാട് കേൾക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കണം നീ. കാരണം ഞാൻ ഇത്രയും നിന്നോട് പറയുന്നത് ഇനിയെങ്കിലും ഒരാളെങ്കിലും അറിഞ്ഞിരിക്കണം. കാരണം ഇവള് തൂങ്ങിയിട്ട് ഇവരിങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് വല്ലാത്തൊരവസ്ഥ. കാരണം ഇനി ചിലപ്പോൾ ഒരു പക്ഷേ ഇനി അവർ ഈ ചേച്ചി പറഞ്ഞ പോലെ ഇവർ ചെയ്തിട്ടത് അവൾ ചെയ്തതെന്ന് പ്രഖ്യാപിക്കും. അതിനു വേണ്ടിയുള്ള എന്തെല്ലോ ഒരു പ്രചാരണത്തിലേക്ക് ചിലപ്പോൾ ബാധയാണ് അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോകുന്നത് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് അവൾ നഷ്ടപ്പെട്ട ഞങ്ങൾക്കാണ് നഷ്ടം. അവർക്കൊന്നും പോലെ അവന് വേറെ പെണ്ണ് കിട്ടും. ഞാൻ ഇത്രയേ പറഞ്ഞില്ല, വേണ്ടെങ്കിൽ അവനെ ഉപേക്ഷിച്ചോട്ടെ, വേണ്ടെങ്കിൽ ഒഴിവാക്കിക്കോട്ടെ. അവളെ വേണ്ട, കൊച്ചിനെ വേണമെന്നാണ് ചേച്ചിയോട് അന്ന് പറഞ്ഞേക്കുന്നത്. അവള് വരുമ്പോ അവളുടെ വരുന്നത് ജനിച്ച കൊച്ചല്ലേ അല്ലേ? ഇതാണോ ഒരു മനുഷ്യൻ പറയുക? അതുപോലെ എന്തൊക്കെ ആ വീട് 2 വെപ്പ് തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി. എന്തെല്ലാം അനുഭവിക്കാൻ പറ്റും അതൊക്കെ എൻ്റെ മോൾ അടക്കം അനുഭവിക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് സ്നേഹമുണ്ട്, അവനുണ്ട് സ്നേഹം. അപ്പം പറഞ്ഞെന്നെ അറിയാം. ഇന്നലെ അവളെ സ്നേഹത്തോടെ രാത്രിക്ക് വന്ന് ഞാൻ അന്നേരം വലിയ ഇതാക്കിയില്ല, ഞാൻ ദേഷ്യപ്പെട്ടു. അന്നേരമാണ് ഇവിടെ തൂങ്ങാൻ പോയത്, ഷാളെടുത്ത് കെട്ടി. ഇതൊക്കെ നോക്കി ഈ കൊച്ച് തൂങ്ങി സ്റ്റൂളിന്ന് ചാടിയിട്ട്, സ്റ്റൂൾ എന്തോ പറഞ്ഞു ചാടി പിടയ്ക്കുന്നതടക്കം ഇവൻ കണ്ടോണ്ട് നിൽക്കുമ്പോൾ നാളെ ഒരു കാലത്ത് ഇവർ കൊന്നു കെട്ടി തൂക്കുന്നെന്ന് എന്തോ ഉറപ്പ് എൻ്റെ മോളെ. അതുകൊണ്ട് ഞാൻ നിന്നോട് കാല് പിടിച്ച് അപേക്ഷിക്കുക. സത്യത്തിൽ എനിക്ക് മറന്നു പോകുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്, എനിക്ക് മറന്നു പോകുന്നത്. ഞാൻ പിന്നീടും കൂടി ഒന്ന് മെസ്സേജ് അയക്കാം. അവൻ എന്നെ പറഞ്ഞത് അവളെ എന്നെ ഒറ്റ തള്ളാൻ വെമ്മ കുളിമുറിന്ന്. എന്നിട്ട് എൻ്റെ ഷോൾഡർ വേദന, ഞാൻ കുഴമ്പൊക്കെ ഇട്ട് ചൂടുവെള്ളമൊക്കെ പിടിച്ചിട്ട് ഇന്ന് വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോകണം എനിക്ക് കുറഞ്ഞില്ലെങ്കിൽ. അവൻ എൻ്റെ മോളെ ചെയ്ത് കുത്തിപ്പിടിച്ച് പൊക്കി നിർത്തി. എന്നിട്ട് ഞാൻ ആനക്കുഴി നിൽക്കുമ്പോൾ അവനെ വിളിച്ചു. ഞാൻ അവനോട് ജിനീഷ് നീ ഇന്നലെ എന്താ എൻ്റെ പണി, ഞാൻ നല്ലോണം കൊടുത്തു എന്നിവൻ എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവൻ എന്നോട് പറഞ്ഞെന്നറിയാം, ഇത്രയും കാലം അവളെ ദേഷ്യപ്പെട്ടാ കൊടുത്തു, ഇന്നലെ ഞാൻ അല്ലാണ്ട് തന്നെ കൊടുത്തതാന്ന്. ഞാൻ പറഞ്ഞു വേണ്ടെങ്കിൽ ഒഴിവാക്കിക്കോ, ഞാൻ ചെല്ലിനോടുത്ത് നോക്കിക്കോളും എൻ്റെ മോളെ എന്ന് പറഞ്ഞു. പലവട്ടം ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, പലതവണ ഞാൻ ഇവര് രമ്യതയെ പോകുന്നുണ്ട്. പോകട്ടെ എന്ന് വിചാരിച്ച് 2 പേരെയും സത്യത്തിൽ എത്ര കാലമായി ഇവരെ പ്രശ്നം തീർക്കാൻ വേണ്ടി ഞാൻ വിളിക്കുന്നതറിയാം. വർഷം 1 വേണ്ടെങ്കിൽ ഒഴിവാക്കിക്കോട്ടെ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഈ ഒരു എന്താ പറയുക, ഒരു പുഴുത്ത മൃഗത്തിനോട് പോലും കാണിക്കുന്ന അത്ര ദയ പോലും ആ പെണ്ണിന് ആ വീട്ടിൽ കിട്ടുന്നില്ല. സത്യം പറയുന്നത്, എൻ്റെ മോൾ ഓരോ പ്രാവശ്യം പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുമ്പോഴും ഞാൻ ഓരോ വിധത്തിൽ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവൾ കരച്ചിൽ മാറുന്നവരെ അവളെ കൂടെ ഞാൻ സംസാരിച്ചിരിക്കും. അതിനുശേഷമാണ് ഞാൻ ഫോൺ കേട്ടത്. കാരണം ഇവൾ ഓക്കെ ആയി എന്ന് കണ്ടത്. കാരണം ഇല്ലെങ്കിൽ എനിക്കും വിഷമാണ്, മനസ്സ് തോന്നി ഇവളെന്തെങ്കിലും ചെയ്താൽ നമുക്കാണ് നഷ്ടം, അവർക്കൊന്നും പോകാനില്ല, എൻ്റെ മോള് പോകും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയെങ്കിലും എന്താ ഞാൻ പറയേണ്ടത് എനിക്ക് അറിയില്ല. ഞാൻ ഇത്രയും നിന്നെ അറിയിക്കുന്നതാണ്, കാരണം വെച്ചാൽ ഞാൻ ഇത്രയും ദൂരെ ആയതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ നാളെ ഒരു കാലത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ട് ഒരു തെളിവായിട്ടെങ്കിലും ഇതുണ്ടാകണം നിന്റെ കയ്യിൽ എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ ഇത്രയ്ക്ക് മനസ്സുരിക്കേറ്റ് നിന്നോട് ഞാൻ പറയുന്നത്, എൻ്റെ മോളെ ഇത്രത്തോളം വരെ എത്തിയിട്ടും ഇനി ഒരാളും അറിയിടുന്നത് ശരിയാവൂല അമ്പോ. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറയുന്നത്. ഇന്നലെ ഞാൻ രാത്രിക്ക് ശോഭനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം നിന്റെ നമ്പർ ഇല്ലായിട്ട് ഞാൻ ലാസ്റ്റ് സ്കൂൾ വണ്ടിയിൽ സജിച്ചേട്ടനോടാണ് നിന്റെ നമ്പർ മേടിക്കുന്നത്.
അല്ലെങ്കിൽ ഇവന്റെ അമ്മേന്റെ നമ്പർ ഉണ്ടായിട്ടുണ്ട്, ഒരാളുടെ നമ്പർ. കാരണം എന്റെ ഫോണേ പോയിട്ടുണ്ടായിരുന്നു, പുതിയ ഫോൺ. അതുകൊണ്ട് ആരെയും തന്നെ നമ്പർ ഉണ്ടായില്ല. പക്ഷെ ഇത് അറിഞ്ഞപ്പോൾ പോലും ഞാൻ ഇന്നലെ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. നേരം വെളുക്കാൻ വേണ്ടി കാത്തിക്കുന്നുണ്ടായിരുന്നു ഞാൻ. എങ്ങനെയെങ്കിലും നിന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. കൊച്ചു തിരിച്ചു വന്നിട്ടുണ്ടോ ഇല്ലെന്നല്ല, ഞാൻ അവനോട് ചോദിച്ചു. സ്നേഹക്കൂട്ട് വന്നു വെച്ചപ്പോൾ ഒരു ഇതിട്ടിട്ടുണ്ട്. ഇപ്പൊ എന്റെ കോൾ എടുത്തിട്ടില്ല. പല പല കള്ളത്തരം അവന്റെ കയ്യിലുണ്ട്. പക്ഷെ എന്താന്ന് അതെനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ ജിനീഷോട്, ഞാൻ ഇന്നലെ വൈകുന്നേരം വിളിച്ചു, ജിനീഷ് നീ പറയുന്നതല്ല ഞാൻ വെള്ളം തൊടാതെ വിഴുങ്ങുന്നുണ്ടെന്ന് നീ വിചാരിക്കുന്നതാണ്. കാരണം ഇവൻ ഈ ഒരു വാക്ക് എന്നോടത് പറയുമ്പോൾ അവന് എങ്ങനെയെങ്കിലും എന്റെ മോള് ചത്തിട്ട്, അങ്ങനെയാണെങ്കിൽ എന്തിനാ കൊല്ലുന്നത്? ഞങ്ങൾ വളർത്തിയതല്ലേ, അവർക്ക് വേണ്ടെങ്കിൽ തന്നോട്ടെ, തല്ലിക്കൊല്ലാനുള്ളതല്ലോ. ഇതിപ്പോ എന്തൊക്കെ ചെയ്തു? ആ കൊച്ചു ഇന്ന് വരെ ഒരാളോട് പറഞ്ഞിട്ടില്ല, പുറത്തൊരാളോട്. ഒരു കൊച്ചിന് അടിവാരനെ ചവിട്ടി അപകർഷനാക്കി. അത് അവരുടെ തന്തയ്ക്കറിയാം, തള്ളയ്ക്കറിയാം, എല്ലാവർക്കും അറിയാതെ. എല്ലാവരും അവന്റെ പെങ്ങളായാലും പറയും, തിരിച്ചങ്ങോട്ടും പറയുന്നുണ്ടാവും. ഇവള് പറയുന്നില്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ അവൾ അനുഭവിക്കാൻ പറ്റുന്ന നിറവേദന അനുഭവിച്ചു. അവളെ തൂക്ക് കയറിൽ വരെ കയറി. ഇനി എനിക്ക് ഒരു തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ ശരിയാകൂല. കാരണം വേണ്ടെങ്കിൽ ഒഴിവായി പോയിക്കോട്ടെ. കൊച്ചിനെ ഞങ്ങൾക്ക് വേണം, കൊച്ചിനെ അവർക്ക് വിട്ടു കൊടുക്കും. കാരണം ഞങ്ങളുടെ മോളെ കൊച്ചന്നെ ഞങ്ങൾക്ക് വേണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അനുഭവിച്ച് അവൾക്ക് ആ കൊച്ചും കൂടിയില്ല, പിന്നെ ജീവിതത്തിന് അർത്ഥമൊന്നുമില്ല. കാരണം അവൾക്ക് ഈ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ആ കൊച്ചു മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷെ എൻ്റെ കൊച്ചിനെയും ചിലപ്പോൾ അവർ കൊല്ലും, എൻ്റെ മോളെയും കൊല്ലും. കാരണം മോള് മരിച്ചു കഴിഞ്ഞാൽ ഇതേ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഈ ഒരു മൈൻഡേ ഉണ്ടാവുള്ളൂ. പിന്നെ തള്ള അങ്ങനെ ഇങ്ങനെയെന്ന് പറയും, അത് കേൾക്കാനൊന്നും വയ്യ. അതെ, ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക. ഓസ്ട്രേലിയോ? വാവ്. മാം, ഏതാ മൈഗ്രേഷൻ ഏജൻസി? എക്സ്ക്യൂസ് മീ, അവർ ലൈസൻസ് മൈഗ്രേഷൻ കൺസൾട്ടൻസ് ആണോ? ബ്രോ, ഏജൻസിക്ക് ഓസ്ട്രേലിയയിൽ എക്സ്പീരിയൻസ് ഉണ്ടോ? പിന്നെ അവർക്ക് ഓസ്ട്രേലിയയിൽ ഓഫീസ് ഉണ്ടോ? എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ഉത്തരം. ഫീനിക്സ് മൈഗ്രേഷൻ സർവീസസ്. Australian Migration Law Specialist. Mara registered agent with office in Australia. 20 years of experience in Australia. എല്ലാം മറക്കൂ, ഓസ്ട്രേലിയയിലേക്ക് പറക്കൂ. ഫീനിക്സ് മൈഗ്രേഷൻ സർവീസസ്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ. 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.